30-40 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റും നാട്ടിലേക്ക് വരുന്നവരുടെ പെട്ടി തുറക്കുമ്പോൾ ഉപകരണങ്ങളിൽ കാണാറുള്ള മെയ്ഡ് ഇൻ ജപ്പാനും മെയ്ഡ് ഇൻ കൊറിയയും ഇപ്പോൾ കാണാത്തത് എന്തുകൊണ്ടാണ്? ആ ബോക്സുകൾ കാത്തിരിക്കേണ്ടതില്ലാത്ത വിധം ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തെ സിമ്പിളാക്കാൻ കാരണമെന്താണ്? കേരളത്തിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ. ലോകത്തെ മികച്ച സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളായിരുന്നു ദക്ഷിണ കൊറിയയും ജപ്പാനും. കണ്ടുപിടുത്തങ്ങളുടെയും പ്രോഡക്റ്റുകളുടെയും നാടുകൾ. ഇന്ന് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാലത്ത് തങ്ങളുടെ യുവത്വത്തെ ഉപയോഗിച്ച് ലോകം കീഴടക്കിയ ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. 1970-90 കാലഘട്ടത്തിൽ വമ്പൻ യുവ ജനസംഖ്യയുടെ പിൻബലമായിരുന്നു കൊറിയയുടെയും ജപ്പാന്റെയും ശക്തി. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി. നമുക്ക് കൊറിയയുടെ കാര്യത്തിലേക്ക് വരാം. ദക്ഷിണ കൊറിയയുടെ നിലവിലുള്ള ജനസംഖ്യ ഏതാണ്ട് 5.18 കോടിയാണ്. ഇതിൽ തൊഴിൽ സേനയുടെ, അതായത് 15 മുതൽ 64 വയസ്സുവരെ പ്രായമുള്ളവർ 69.2%. വിദ്യാർത്ഥികൾ, വീട്ടുജോലി ചെയ്യുന്നവർ, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ എന്നിവർക്ക് തൊഴിലെടുക്കാനാവില്ല. അവശേഷിക്കുന്നവർ ഔദ്യോഗിക രേഖകൾ പ്രകാരം 56%. അതായത് ജനസംഖ്യയുടെ 44% പേരും ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. സമൂഹത്തിലെ 70% പേരെങ്കിലും തൊഴിലെടുത്താലേ ആ സമൂഹത്തിന് പിടിച്ചു നിൽക്കാനാവൂ. ജനസംഖ്യ കുറയാതെ പിടിച്ചു നിർത്തണമെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആയിരിക്കണം. അതായത് ഒരു സ്ത്രീ 2.1 കുഞ്ഞുങ്ങളെ പ്രസവിക്കണം. 1983 മുതൽ കൊറിയയിൽ ഇതിലും താഴെയാണ് പ്രജനന നിരക്ക്. ഇപ്പോഴാവട്ടെ ഇത് കേവലം 0.72. 10 സ്ത്രീകളിൽ 7 പേർ ഒരു കുഞ്ഞിന് മാത്രം ജന്മം നൽകുന്നു. മറ്റുള്ളവർ പ്രസവിക്കുന്നേയില്ല. ജനസംഖ്യ ഇടിഞ്ഞതോടെ തൊഴിലെടുക്കാൻ ആളെ കിട്ടാതെയായി. സ്വാഭാവികമായും കൂലി വർദ്ധിക്കുകയും അത് ഈ രാജ്യങ്ങളുടെ നിർമ്മാണ, വ്യവസായ, തൊഴിൽ മേഖലകളെയെല്ലാം സാരമായി ബാധിക്കുകയും ചെയ്തു. ഈ സാധ്യത മുതലെടുത്ത് വൻ ജനസംഖ്യയും വലിയ വിപണി സാധ്യതയുമുള്ള ചൈന ലോകത്തിന്റെ ഫാക്ടറിയായി മാറി. ആഗോള സാമ്പത്തിക ശക്തിയായി കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിൽ വലിയ ആഭ്യന്തര വിപണിയുള്ളതിനാൽ സമ്പദ് വ്യവസ്ഥ താരതമ്യേന ഭദ്രമാണ്. ആവശ്യമായ തൊഴിൽ സേന ഇപ്പോൾ ലഭ്യമാണെങ്കിലും പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് ചൈനയും. സ്കൂളുകൾ ഓരോന്നായി അടച്ചുപൂട്ടുന്നു. അവിടെ കുട്ടികളുടെ കളിചിരികൾക്ക് പകരം വയോജനങ്ങൾക്കായുള്ള കെയർ ഹോമുകൾ ഉയർന്നു വരുന്നു. നിരത്തുകളിലും നഗരങ്ങളിലും യുവാക്കളെക്കാൾ കൂടുതൽ പ്രായമായവരെ മാത്രം കാണാൻ കഴിയുന്ന ഒരവസ്ഥ. വെറുതെ പറയുന്നതല്ല, ഇതാണ് ദക്ഷിണ കൊറിയയുടെ നിലവിലുള്ള സാഹചര്യം. ഇനി നമുക്ക് കേരളത്തിലേക്കൊന്ന് വരാം. കേരളത്തിന്റെ ജനസംഖ്യ 3.7 കോടി. ദക്ഷിണ കൊറിയയിൽ 5.18 കോടി എന്ന് നാം നേരത്തെ പറഞ്ഞല്ലോ. കേരളത്തിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 നിന്നും താഴെ എത്തിയത് ദക്ഷിണ കൊറിയക്ക് 4-5 വർഷത്തിന് ശേഷം 1984-85 വർഷങ്ങളിലാണ്. 15-നും 64-നും ഇടയിൽ പ്രായമുള്ളവർ, തൊഴിലെടുക്കാവുന്നവർ അഥവാ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ 63-64% കേരളത്തിലുള്ളത്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം 40-45% തൊഴിലെടുക്കുന്നത്. അതായത് കേരള ജനസംഖ്യയുടെ പകുതിയിലധികം പേരും 55-60% ഇവരെ ആശ്രയിച്ചു ജീവിക്കുന്നു. ദക്ഷിണ കൊറിയയേക്കാൾ ഉയർന്നതാണ് ഈ നിരക്ക്. കൊറിയയെപ്പോലെ കേരളവും അതിവേഗം ഒരു ഏജ്ഡ് സൊസൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയുടെ 10-15% വയോജനങ്ങളാവുന്നതാണ് ആരോഗ്യകരമായ സാമൂഹികാവസ്ഥ. കേരളത്തിൽ 65 വയസ്സിന് മുകളിലുള്ളവർ 11-12% ഇപ്പോൾ തന്നെ. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു സിദ്ധാന്തത്തിലേക്ക് വരാം. ഗെറ്റിംഗ് ഓൾഡ് ബിഫോർ ഗെറ്റിംഗ് റിച്ച്. സമ്പന്നമാകുന്നതിന് മുമ്പ് പ്രായമാവുക എന്നർത്ഥം. ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയും ജനസംഖ്യയും തമ്മിലുള്ള വിടവാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ ആദ്യം സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടം നടത്തി അതിസമ്പന്നമായ അഥവാ ഡെവലപ്ഡ് കൺട്രീസ് ആയി മാറി. അവിടുത്തെ ആളുകളുടെ പ്രതിശീർഷ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം വളരെ വലുതായതിനും സർക്കാരിന് വമ്പൻ സാമ്പത്തിക അടിത്തറ ഉണ്ടായതിനും ശേഷമാണ് അവരുടെ ജനസംഖ്യ വാർദ്ധക്യത്തിലേക്ക് കടന്നത്. അതിനാൽ വയോജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് മികച്ച പെൻഷനും ആരോഗ്യ പരിരക്ഷയും നൽകാനും ആ സർക്കാരുകൾക്ക് ഇപ്പോൾ സാമ്പത്തിക ശേഷിയുണ്ട്. എന്നാൽ ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ വലിയ കരുതൽ നിക്ഷേപമുള്ള അമേരിക്കയുടെ പെൻഷൻ ഫണ്ട് അടുത്ത 10 വർഷത്തിനുള്ളിലും ദക്ഷിണ കൊറിയയുടേത് അടുത്ത 30 വർഷത്തിനുള്ളിലും കാലിയാകും. എന്നാൽ ഇത്തരത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് പ്രായമാകുന്നു എന്നതാണ് കാര്യം. ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ കാരണം വികസിത രാജ്യങ്ങൾക്ക് സമാനമായി ആയുർദൈർഘ്യം കൂടുകയും ജനന നിരക്ക് കുറക്കുകയും ചെയ്തു. പക്ഷേ സാമ്പത്തികമായി കേരളം ഇപ്പോഴും വികസ്വരമായ അഥവാ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെയാണുള്ളത്. വലിയ വ്യവസായങ്ങളോ ഉയർന്ന വരുമാന സ്രോതസ്സുകളോ ഇല്ലാത്തതിനാൽ സാമ്പത്തികമായി ഒരു സമ്പന്ന സമൂഹം ആകാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ നിലയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ജനസംഖ്യ പ്രായമാകാൻ തുടങ്ങി. കേരളമാണെങ്കിൽ ഒരു ഉപഭോക്തൃ സമൂഹവുമാണ്. കേരളത്തിലെ ജനന നിരക്ക് ഇനിയും ഗണ്യമായി കുറയും. ഉയർന്ന ജീവിത ചെലവ്, ഉന്നത വിദ്യാഭ്യാസ കരിയർ ലക്ഷ്യങ്ങൾ, കുട്ടികളെ വളർത്താനുള്ള സാമ്പത്തിക ബാധ്യത,
സിംഗിൾ ചൈൽഡ് നോം അഥവാ ഒറ്റ കുട്ടി മതി എന്ന ചിന്താഗതി, വിവാഹപ്രായം വൈകുന്നത്, ഡിങ്ക് കൾച്ചർ അഥവാ ഡബിൾ ഇൻകം നോ കിഡ്സ് ചിന്താഗതി, കൂട്ടുകുടുംബങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ അഭാവം, സ്വകാര്യ തൊഴിലിടങ്ങളിലെ പ്രതിസന്ധിയും മദർഹുഡ് പെനാൽറ്റിയും, ഉയർന്ന നിരക്കിലുള്ള തൊഴിലില്ലായ്മയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും എന്നിവയാണ് കാരണങ്ങൾ. യുവജനങ്ങൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് കുടിയേറുന്നതും നമ്മുടെ നിർമ്മാണ മേഖല പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നതും കേരളത്തിന്റെ മാത്രം സവിശേഷമായ പ്രതിസന്ധിയാണ്. ഇനി പരാജയപ്പെട്ട കൊറിയൻ തന്ത്രങ്ങളെക്കുറിച്ച് കൂടി പറയാം. കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സബ്സിഡികൾക്കായും മറ്റും കൊറിയൻ സർക്കാർ ഇതിനകം $270 ബില്യൺ ചെലവഴിച്ചു എന്നാണ് കണക്ക്. യാതൊരു മാറ്റവും ഉണ്ടായില്ല. സ്ത്രീകൾക്ക് ഭവന വായ്പകളും അണ്ടം ശീതീകരിക്കുന്നതിനുള്ള സഹായമടക്കം നൽകിയെങ്കിലും സ്ത്രീകൾ ഇവയോട് പോസിറ്റീവായല്ല പ്രതികരിച്ചത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ലഭിക്കുന്ന കുറഞ്ഞ ശമ്പളവും പ്രസവശേഷം കരിയറിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും സർക്കാർ പദ്ധതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ജനസംഖ്യ, കുഞ്ഞുങ്ങൾ, കുടുംബം, വയോജന പരിപാലനം തുടങ്ങിയവ സംബന്ധിച്ച് ഇതിനകം ഔദ്യോഗിക സംവിധാനത്തിലൂടെയും അല്ലാതെയും സമൂഹത്തിൽ വേരുറച്ച കാഴ്ചപ്പാടുകളെ ഔദ്യോഗികമായും അല്ലാതെയും തിരുത്തി മാത്രമേ കേരളത്തിന് പ്രതിസന്ധിയെ അതിജീവിക്കാനാവൂ. ലോകരാഷ്ട്രങ്ങൾ കൊണ്ടറിഞ്ഞതിനാൽ കണ്ടറിയാനുള്ള സാവകാശം കേരളത്തിനുണ്ട് എന്ന് മാത്രം. ലോകരാജ്യങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ നിന്നും തിരിഞ്ഞു നടക്കുന്ന പോലെ അത്രപോലും സാമ്പത്തിക ഭദ്രതയില്ലാത്ത കേരളത്തിനും ആ വഴി സ്വീകരിക്കേണ്ടതായി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടാതെ വിദേശത്തേക്ക് പോകുന്ന യുവജനങ്ങളെ നാട്ടിൽ നിലനിർത്താൻ IT, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂന്നിയ മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ തൊഴിൽ നിയമങ്ങളും ഡേ കെയർ സൗകര്യങ്ങളും ഉറപ്പുവരുത്തി വർക്ക് ലൈഫ് ബാലൻസ് സാധ്യമാക്കുക, വർദ്ധിച്ചു വരുന്ന വയോജനങ്ങളെ മുന്നിൽ കണ്ട് ഹെൽത്ത് കെയർ, സീനിയർ ഹൗസിംഗ്, ടെക്നോളജി, ലെയ്ഷർ ആൻഡ് ടൂറിസം, ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയെ കോർത്തിണക്കി ഒരു സിൽവർ എക്കോണമി കേരളത്തിൽ അതിവേഗം കെട്ടിപ്പടുക്കുകയും വേണം.